അവൻ എന്തൊരു സർപ്രൈസ് കൊടുത്തില്ല സിറ്റിയിൽ വരത്തുള്ളൂ. അവൻ അങ്ങനെ പ്രശ്നമുണ്ട്. അല്ല നിനക്ക് സർപ്രൈസ് ഉള്ളിയാ അളെ. നിനക്ക് ആ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളത് മേടിച്ചു തരും. തേങ്ങ എനിക്കൊന്നും വേണ്ട ഈ വണ്ടി. ഉണ്ടാക്കി ഒരു വണ്ടി വാങ്ങിച്ചു കൊടുക്കാന്ന് പറയപ്പോ മറ്റേ അഹങ്കാരം കൊണ്ടിരിക്കും. മറ്റേ വലിയതേ പോകത്തുള്ളൂ. സാലറി ആണ് ഇനി ഒരു വർഷത്തേക്ക് സാലറി ഇല്ല പമ്പിന്ന്. ഇവന് 2 വർഷത്തേക്ക് പമ്പിൽ പണിയെടുപ്പിക്കാൻ വേണ്ടിട്ടാണ്. 2 വർഷം ഇനി പമ്പിൽ പണിയെടുക്കണം. എന്ത് എനിക്കെങ്ങനെ മേടിച്ചില്ല, എനിക്ക് വണ്ടി ഇല്ല. എനിക്കൊന്ന് സർപ്രൈസ് ചെയ്തോടെ ചന്ദ്രന്. സർപ്രൈസ് എടാ അവൻ എന്തേലും ഇങ്ങനെയൊക്കെ അവൻ എന്തൊരു സർപ്രൈസ് കൊടുത്തില്ല സിറ്റിയിൽ വരത്തുള്ളൂ. അവൻ അങ്ങനെ പ്രശ്നമുണ്ട്. ഓ വണ്ടിന്റെ അകത്ത് കയറ്റിയിടണല്ലേ. സർവീസ് എനിക്കെന്നെ ചെയ്യാൻ പറ്റുമോ? പിന്നെന്തിനൂടെ ഇങ്ങനെ സർവീസ് അപ്ഗ്രേഡ് ഒക്കെ ചെയ്ത വണ്ടി പുത്തനാ. നോക്കിയേ സാറേ വണ്ടി മച്ചാനെ വണ്ടി ഒന്ന് ട്യൂൺ ചെയ്ത് സർവീസ് ഒക്കെ ചെയ്യണം. നീയായിരുന്നു അതിന് നീ ഏതാന്നൊക്കെ 50 എടുത്ത് ഒന്നും പോരാട്ടോ. നമ്മള് ഇവിടെയാണ് എല്ലാ കസ്റ്റമേഴ്സിനും പറഞ്ഞു വിടാറുള്ളത്. അതുകൊണ്ടാ നമ്മൾ ഇവിടുത്തെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോ അറിയാലോ. ചന്ദ്രനെ കുറഞ്ഞ വണ്ടി വരെ ഏറ്റവും കുറഞ്ഞ വണ്ടി. ഹലോ ആളുണ്ടോ? ആളില്ലടാ. അപ്പുറത്ത് ആളില്ലുണ്ടാവൂലടാ. 50 വരെ. ആ അതെ ഇവിടത്തെ ഏറ്റവും കുറഞ്ഞ വണ്ടി ഏതാണ്? ചീപ്പ് കാർസ്. ഏതാ ബ്രസ്സാ? ബ്രോ മറ്റേ പച്ച വണ്ടി. ഇവിടെ ഒരു പച്ച വണ്ടി ഉണ്ടായിരുന്നല്ല. ഒരു ഏതിന്റെ പച്ച? ഈ പോർഷെ എത്രയാണ്? $15 കോടിയാ? അപ്പുറത്ത് 10 കോടിക്ക് തരാനല്ലേ ചന്ദ്ര പറഞ്ഞേ? ഇല്ല 10 കോടിക്ക് പറഞ്ഞില്ല. സോറി ദിവസം പറയല്ലേ. 50 വരെ ചന്ദ്രന് ഇവിടെ കമ്മിറ്റ്മെന്റ് ഉണ്ടായോണ്ടാണ് വന്നേ. ചന്ദ്ര ഇവിടുത്തെ മുതലാളിയായിട്ട് ഒരിക്കലും തരില്ല. ഈ പോർഷെ ഒന്ന് ഓടിച്ചാക്കാൻ പറ്റുമോ? എങ്ങനെ അതെ ഇപ്പൊ നമ്മളൊരു വണ്ടി ഈ വണ്ടി ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് മേടിക്കുവാണെങ്കിൽ ഇത് നമ്മൾ എങ്ങനെ കൊടുക്കും? കൊരങ്ങനാ? അങ്ങോട്ട് കേക്കുന്നില്ല. നമുക്ക് പേയ്മെന്റ് ചെയ്യുന്നതും എല്ലാം ആള് തന്നെ ആയിരിക്കണം. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പിന്നെ GRA കൊടുത്ത് പേര് മാറ്റി കൊടുക്കേണ്ടത് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട്. 8172 വരാവോ? 8172 ഞാൻ വരുന്നു. നീ മുതുക്കില്ലല്ലേ? 50 നീ ആ പോർഷെ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് വെച്ചാൽ ഞാൻ ഇപ്പൊ നീ വിളിച്ചിട്ട്
കടന്നങ്ങ് തിത്തൈ കളിക്കുക തിത്തൈ. സ്കൈലിൻ്റെ 4 CR. സ്കൈലിൽ 4 CR ഉള്ളൂ. അത് നൈസാണാ. സ്കൈലിൽ മേടിച്ചെടുക്കാം. സോ ക്രൂവൽ എന്നാ. ഇല്ല വാങ്ങിച്ചു കൊടുക്കൂടാ, വണ്ടിക്ക് വാങ്ങിച്ചു കൊടുക്കും. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ അത്ര കണ്ണിച്ച് വരില്ലാത്ത ഒരുത്തനാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചേക്കണേ? എന്നെ കുറിച്ച് ഇങ്ങനെയാണോ വിചാരിച്ചു വെച്ചേക്കണേ? എവിടാ നീക? നീക നീക നീകൻ നീകൻ അന്മ ഒന്നും അവനാരും ഉറപ്പായിട്ട് ഞാൻ വണ്ടി അടിച്ച് ചത്ത് കാണും. ഒരു ശവം വണ്ടിയൊക്കെ തീട്ട കണക്കായടാ, ഉള്ള കാര്യം പറയല്ല. എന്താ പറയുന്നത്? നീക എവിടാ നീക? ഹലോ പറമച്ചാനെ ചന്ദ്രൻ. കൊള്ളാലോ അച്ഛനെ, കൊള്ളാം കണ്ടാണല്ലോ അച്ഛനെ എടുത്തത്. അച്ഛൻ്റെ പേരെന്താ? ടൈക്കോ. ഏത് ഗ്യാങ്ങാ? TBS ആ? ആ ഓക്കെ ഓക്കെ. ഫുൾ നെയിം എന്തായിരുന്നു? ദ ബ്ലാക്ക് സ്ക്വാഡ്. ഓക്കെ 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 ഓക്കെ. ശരി വെച്ചാ ശരി വെച്ചാ. മോഡ് ഹെയ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എടാ നീക നിന്റെ പേര് വിളിച്ച് ഇവിടെ ചാറ്റിൽ ബാഡാ. പറ 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 പറ. എന്താണ് എന്റെ പേര്? അല്ല അല്ല അല്ല, പുറത്തെ നിന്റെ പേര് ഒരാള് പറഞ്ഞേനെ, ബാൻ കിട്ടി. ആ പിന്നെ അത് കിട്ടുമല്ലോ. എന്റെ പേര് പറഞ്ഞവനാ? നിന്റെ പേര് ഇതാണ് മറ്റേ ഇതല്ലേ? പക്ഷെ നീ അങ്ങനെ എല്ലാരും വിചാരിക്കത്തുള്ളൂ. കിടില വണ്ടി എല്ലടാ നോക്കടാ. ഇതൊക്കെ നമ്മളെ അഭിനയിക്കുവാട്ടല്ലേ പേടിച്ചിട്ട്. അല്ലെ ഞാൻ ഇന്നുണ്ടല്ല ഒരുത്തനെ റോബ് ചെയ്തിട്ടുണ്ടല്ല ഒരു 50 ലക്ഷം കണ്ടത്. നികാന്ന് പറയല്ലേ ഹെയ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടും. എവിടെ ഓരോ ആ പറ പറ. ഒരു 50 ലക്ഷം കണ്ടത്. 50 ലക്ഷം ഒരുത്തന്റെ എടുത്ത് ആ റോബ് ചെയ്ത് എന്നിട്ട് അവന്മാര് വന്ന് ഞങ്ങൾ എത്താറേ 50 ലക്ഷവും പിന്നെ എന്റെ കയ്യിലുള്ള 30 ലക്ഷം എടുത്തിട്ട് പോയാളിയാ. ഒരു കൊരങ്ങന്റെ തലയൊക്കെ വെച്ചവന്മാര് എന്ന് അവിടെ ഉച്ചക്ക്. ഓ ചന്ദ്ര ഞാനേ നമ്മുടെ തമ്പുരാനെ നമ്മൾ ഇടിക്കല്ലോ ഒന്ന്. purposefully hitting. What is this behavior, bro? അത് ചോദിക്കണല്ലോ, എനിക്ക് ചോദിക്കണോ? അവന് ചോദിക്കണല്ലോ. നോക്ക്. അല്ല മച്ചാനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല മച്ചാനെ, ഒരു പ്രശ്നമില്ല. എന്ത്
എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ പറഞ്ഞു തീർക്കണം, മനസ്സിലായില്ലേ? അല്ല നമ്മളെ വണ്ടിയിൽ ഇടിച്ചിട്ടല്ല, നമുക്ക് മനസ്സിലായി നിങ്ങൾ ഇടിക്കാൻ വന്നതാന്ന്. നമ്മള് വെട്ടിച്ച് മാറ്റില്ല, നമ്മള് ഇടിച്ചു നോക്ക്, നിന്റെ വണ്ടിയോടെ നീ ഇടിച്ചു നോക്ക് ധൈര്യം ഉണ്ടെങ്കിൽ. അവിടെ ഇടിച്ച് സമയം പേടിച്ചിട്ടോ അമ്പത്തൂരെ ഒരുത്തന്നെ മോട അതാ പറഞ്ഞു. അല്ല നിനക്ക് സർപ്രൈസ് ഉള്ളിയാ എനിക്കാ നീ റെഡിയാണോ? എന്താണ് അതൊന്നും വേണ്ട. ഇതാണോ ഈ കാർ നിനക്കാളെ ഇങ്ങോട്ട് അളിയാ മറ്റേ തൂക്കണം വാ. നിനക്ക് എടുത്തിട്ട് വാ മറ്റേ തൂക്കാം വാ. അതെപ്പോ പോവും പറയണ്ടത്? ഞാൻ എന്തിനാടാ 300 കോണി കൊടുത്ത് ഈ കുണ്ണ വണ്ടി വാങ്ങിയത്? എന്താ നീക നീ എവിടെ ഉണ്ട്? അളിയ നിനക്ക് വണ്ടി ഇഷ്ടപ്പെട്ടാ? അളിയ നിനക്ക് വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളത് മേടിച്ചു തരും. നീ ഒന്നും കൂടെ പുറത്തിട്ട് നീക ഇങ്ങോട്ടാ. നീക ഏത് വണ്ടിയാണ്? അതെ സ്കൈലൈൻ ചെറുതി കിടക്കണ്. അല്ല ഇങ്ങോട്ടാ. തേങ്ങ എനിക്കൊന്നും വേണ്ട ഈ വണ്ടി. ഇത് സ്കൈലൈൻ ഒന്നും അല്ല, ഇത് അതല്ലേ പറഞ്ഞേ. ഇത് ബേസാ മോഡിഫൈ ചെയ്തോണ്ടല്ലോ സ്കൈലൈൻ GTR. പച്ചയടിക്കാം. ഇങ്ങോട്ടാ നീ ഇങ്ങോട്ടാ കാണിച്ചത്. ഇത് രണ്ടുപേരിക്കാൻ പറ്റും അളിയാ. എനിക്ക് ഇത് രണ്ടുപേരിക്കാൻ പോരെ അളിയാ. നീ നിന്റെ ഗേൾഫ്രണ്ട് നോക്കണ്ട, വണ്ടിയുടെ റേറ്റ് നോക്കണ്ട. ഈ വണ്ടിക്ക് ഒരു 4 കോടി എടുത്ത് മോഡിഫിക്കേഷൻ. അയ്യോ ചന്ദ്രൻ 4 കോടി. ഇതൊക്കെ നീ ഓടിച്ച 4 പേര് നോക്കും. കാർ വാങ്ങിക്കുമ്പോ 4 കോടി നിങ്ങൾ തരുമോ? അത്രയും മോഡിഫിക്കേഷൻസ് ഉണ്ട് നമുക്ക്. അതേപോലെ നമുക്ക് വണ്ടി മാറ്റിയെടുക്കാം. ഓ ഒരു ഡ്രൈവറിനെ കൂടെ അവൻ അപ്ലൈ ചെയ്തിട്ടാ മേടിക്കുമ്പോ. നമുക്കിത് വേണ്ട, വാ വേറെ നല്ല വണ്ടി. ഇത് കിടില വണ്ടിയാടാ നീ. ഇത് പൈസ ഞാൻ കൊടുക്കാം, 4 കോടിയിൽ ഞാൻ കൊടുക്കാം, കുഴപ്പമില്ല. ഉണ്ടൊക്കെ ഒരു വണ്ടി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവന്റെ അഹങ്കാരം കൊണ്ടിരിക്കും. മറ്റേ വലുതേ പോകത്തുള്ളൂ. 5 കോടിയിൽ മേലുള്ള വണ്ടിയൊന്നും ഇല്ല ഇവിടെ. 5 കോടിക്ക് മേലുള്ള നീക ഇങ്ങോട്ടാ. 1,85,00,000. നമ്മളെ കണ്ടിട്ട് അവർക്ക് ബർഗേഴ്സാ തോന്നിയിട്ടുണ്ടല്ലോ. ഓ പിന്നെ അല്ലെ ഇതിന്റെ മേലുള്ള ഒരു 100 കോടിയുടെ വണ്ടി ഉണ്ട്. ATM ഉണ്ടോ? ATM ഉണ്ടാ? അക്കൗണ്ടിലാണോ പൈസ കിടക്കുന്നത്? അതെ. അല്ല വിഡ്രോ കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് അക്കൗണ്ടിലായിരുന്നു വേണ്ടത്. ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. എവിടെയുള്ള ഏറ്റവും കൂടിയ വണ്ടി അത്? കൂടിയ വണ്ടി നമുക്ക് സൺറൈസ് ഉണ്ട്. അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്നത് സൺറൈസാ. സൺറൈസ് മതി, അത് മതി. അടുത്തോ സൺറൈസ് ഓയിലൊന്നും അല്ലല്ലോ സാറേ, ചെറുങ്ങനെ പറ്റിക്കരുത്. അതൊന്ന് കാണിച്ചല്ലോ സൺറൈസ്. അല്ല ഞാൻ ഇപ്പൊ വരാം. സൺറൈസ് അല്ല നീക കാശുണ്ടാ? പമ്പിന് എന്റെ സാലറി തരത്തി കൊടുക്കളിയായി. തരാം EMI.
അയ്യോ ഇത് വേണ്ട ഇത് വേണ്ട ഇത് കിടിലൻ വണ്ടി അളിയാ. അയ്യേ ഇത് എനിക്ക് വേണ്ട അളി ഇത് അളി ഇത് അളി എനിക്ക് ഞാൻ പറയട്ടെ അളി എനിക്ക് പോർച്ച് മതി. എല്ലാത്തിന്റെ ഹെൽപ്പർ ഉണ്ട്. അതെ സാർ ഇല്ല സാർ ആണെങ്കിൽ ഹെൽപ്പർ ഉണ്ട്. ഇത് ബുക്ക് ചെയ്ത് പോർച്ച് ബുക്ക് ചെയ്ത് ഇത് ലാൻഡ് റോസർ ആണോ? ഇത് ലാൻഡ് റോസർ ആണോ? ജീപ്പാണത്. എടാ മൊണ്ണേ, ലാൻഡ് ക്രൂസർ കണ്ടാ തിരിച്ചറിയാത്തവരെ. ഇത് പിന്നെ ഇത് എന്തിനാടാ ആ സൈഡിൽ ആണല്ലേ? നിന്റെ നമ്പർ എനിക്ക് ഷെയർ ചെയ്താ നീക നമ്പർ എന്നെ കണ്ണു വെച്ചിട്ട് അല്ല എനിക്ക് ഫോൺ ഇല്ലല്ലേ. ഫോൺ ഹലോ എന്ന് എഴുതി കാണിക്കുന്നത്. എടാ വല്ലപ്പോഴും സിറ്റി കയറി ആ സാമാനം എടുത്തത് അക്കൗണ്ട് തുടങ്ങണോടാ. ഫോൺ ഉണ്ടോ? പക്ഷെ ഹലോ ആണ്. ഇങ്ങോട്ടാ എന്റോടാ നീക എന്റോടാ വാ നീക 53 ഇപ്പൊ ഒരു സെക്കൻഡ് 53 അല്ലേ? ഇവിടെയുള്ള നമ്മുടെ റേഞ്ചിന് പറ്റിയതല്ല. കേറി പുറത്തുനിന്ന് മറ്റേ 5000 രൂപ എടുത്ത് ഇറക്കാം. എഡിറ്റഡ് ബൈ ഡ്രീമർ ഗെയിമിംഗ് എന്നാ ഏത് എഡിറ്റഡ് ബൈ 5 ലൈറ്റ്സ് വണ്ടിയുടെ ഒരു ലൈറ്റ് ഇവിടെ പോയി ബാക്കില് അറിയത്തില്ല അളിയാ. അളിയാ നീ അവരെ ഒന്ന് കണ്ണു വെച്ചേ, ആ തള്ളച്ചീനെ കണ്ണു വെച്ചേ, എന്നിട്ട് അക്കൗണ്ട് ഒക്കെ സെറ്റ് ആക്ക്. ഇല്ല ഒരു ബാങ്ക് ലോൺ കിട്ടുമോ നോക്കെ. നിന്റെ പേരിൽ എനിക്ക് ലോൺ എടുക്കാനാ. ആ അളിയ ലോണൊക്കെ എടുത്ത് ആരടക്കും? അളിയ ഇവിടെ വെക്കുന്ന കണ്ണു വെക്കാൻ പറ്റണല്ലോ. അമ്മച്ചിനെ വെക്കാൻ പറ്റില്ല. നമ്പർ ഷെയർ എന്നാണ് കാണിക്കുന്നത്. ഓ വട്ടി ഇപ്പൊ വന്നു നാളെ മാറിക്ക്. വന്നേ. ഓ അളിയ ഇവിടെ അക്കൗണ്ട് ഇല്ല കേട്ടാ. ഇതെന്താ ചെയ്യണ്ടേ? പേഴ്സണൽ ബാങ്കിങ് ആണോ? പേഴ്സണൽ ബാങ്കിങ് ആണോ? അത് തന്നെ ചന്ദ്ര അത് തന്നെ. അല്ല ഇതിനകത്ത് കറന്റ് ബാലൻസ് 6821 അല്ല നീ എന്നെ നോക്കി നോക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു 16 കോടി അങ്ങോട്ട് അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട്. പോയാ വണ്ടിയുടെ നമ്മളെ സാലറി ആണേ. ഇനി ഒരു വർഷത്തേക്ക് സാലറി ഇല്ല പമ്പിന്ന്. അത് അക്കൗണ്ടിലോട്ട് ഇട്. അത് അക്കൗണ്ടിലോട്ട് ഇട്. എണ്ണട്ടെ. സാലറി ആണെങ്കിൽ എനിക്ക് എണ്ണി ബോധ്യപ്പെടണം. 1 2 16 ലക്ഷം വന്നേക്കുന്നത്. അളിയൊന്ന് നോക്കിക്കേ കറക്റ്റ് ആണോന്ന്. 16 കോടി കുണ്ണ എണ്ണാനും പുറകെ ഉറളത്താനും പിടിക്കാൻ ജോലിക്ക് ഇരുത്തിയോ കർത്താവേ. റെഡി ക്യാഷ് കൊടുക്കാം. ഇല്ല റെഡി ക്യാഷ് അല്ല, അക്കൗണ്ടിലാണ് കൊടുക്കണ്ട. ഇങ്ങോട്ട് അക്കൗണ്ട് ഇട്. വാ അക്കൗണ്ടിൽ കൂടെ ആ തള്ളേനെ കണ്ണു നോക്ക്. തള്ളേനെ അടി കൂടി കണ്ണു നോക്ക്. അടി കൂടി വെച്ച് ബാങ്ക് 16 ലക്ഷം ഡെപ്പോസിറ്റ് അല്ലേ? എത്ര പൂജ്യം ഉണ്ട്? 16 കോടിക്ക് 1 2 3 4 10 100 1000 10000 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി. 1 2 എടാ 9 5 6 ടോട്ടൽ 9 ഡിജിറ്റ്. ടോട്ടൽ 9 ഡിജിറ്റ്. എടാ ഉറപ്പാണാ? കാർഡ് എങ്ങനെ എടുക്കണേ? പൈസ എടുക്കണ്ടേ? നമ്മളെ ചൊറിഞ്ഞിട്ട് അവനങ്ങ് പോയല്ലോ കുണ്ണ. അവന്റെ വണ്ടി കൊള്ളാട്ടെ. അവന്റെ വണ്ടി ഏതായിരുന്നു? അവന്റെ വണ്ടി ഏതാ? അവൻ നമ്മളോട്ട് സ്പീഡ് ഉണ്ട്. ഇത് കുണ്ണ വണ്ടി. ഉള്ളാരും പറയല്ലേ ഇന്ന് കറങ്ങണം. അപ്പാപ്പന്റെ ഓരോ ബഹിഷ്കാരേ 20 കോടിക്ക് വാങ്ങിച്ച വണ്ടിയല്ലേ ഇത്? 100 കോടിക്ക് വാങ്ങിച്ച കുണ്ണ വണ്ടി. അന്ന് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് മേടിക്കരുത്, ഇവിടുത്തെ സാധനം. ഇപ്പൊ 15 ലക്ഷം ഒക്കെ ഉള്ളു പോർഷുകൊക്കെ. ഈ സർവീസ് ഒക്കെ ചെയ്തതാ ഞാൻ. അതെ നമുക്ക് ആ പച്ചവണ്ടി വേണം. അത് പച്ചവണ്ടി വേണം. നമ്മളെ ഹലോ എന്റെ കുറിച്ച് നീ എന്താ വിചാരിച്ചേ? ഇവനൊരു വണ്ടിയിലുള്ള ഇവനടാ. എനിക്ക് ഒരു വണ്ടി ഇല്ല. നിനക്ക് ഒരു വണ്ടിയും വേണ്ട. പിന്നെ നമുക്കൊക്കെ നോക്കാൻ ആരില്ലടാ. ഇവനെ 2 വർഷത്തേക്ക് പമ്പിൽ പണിയെടുപ്പിക്കാൻ വേണ്ടിട്ടാണ്.
കാരണം അതിന് കുറച്ച് ഐഡിയ എന്ന് പറയൂ. എന്താണ് നിന്റെ ഐഡി പറഞ്ഞു കൊടുക്കേ. ഇത് നല്ല ഐഡിയ. ഐഡി 247. സമയമാണ് സ്വിച്ചില് അതെ സമയത്തിന്റെ അടുത്തുള്ള ആ കറക്റ്റ് അതെ മറ്റേ സ്പീഡ് 400 ആക്കിയിടണേ. 400 ഓ നിന്റെ അച്ഛല്ലേ നീ പറയുമ്പോ പോലെ മറ്റേ വണ്ടി ട്യൂൺ ചെയ്ത് തരാൻ. ആർമർ വിടണേ. എടാ പൊട്ട ഇത് കസ്റ്റമർ സെന്റർ അല്ലടാ, ഇത് വണ്ടി മേടിക്കുന്ന സ്ഥലമാടാ, ബുദ്ധി ഇല്ലാത്തവരെ. എന്റെ അളിയനല്ലാണ്ട് എന്നെ പൊട്ട കുട്ടാന്ന് വിളിക്കുക. ഇവിടെ ഒരുത്തരും ഞാൻ അറിയാൻ കൊടുത്തില്ല. അടിച്ച് കൊന്ന ഇവിടെ ഇടും മനസ്സിലാ. ഗുണപ്പറപ്പാ ഞാൻ നോക്കൂല. വെക്കടാ വെടി, കണ്ണു പറ്റി വണ്ടി വാങ്ങിക്കും വണ്ടി വാങ്ങിക്കും. വെക്കടാ വെടി. ആൾറെഡി ചന്ദ്രബോസിന് വാൻ ചെയ്തതാ. വെക്കടാ വെടി. എന്റെ സ്ക്രീൻ പേയ്മെന്റ് അത് പേ ചെയ്യണം. അത് ഇൻവോയ്സ് ചെയ്ത് അത് ബാങ്ക് കൊടുത്തു. അല്ല അത് അളിയനെ കൊടുത്തത്. ഇല്ലല്ല അത് നീയാ കൊടുക്കണ്ടേ. നിന്റെ ഇവിടെ തെണ്ടി കാശ്. വണ്ടി എടുക്കുന്ന ആ മനസ്സിലായി കണ്ണു പറ്റ ഒരു മിനിറ്റ്. അവന്റെ കയ്യിൽ ഒരു മെനു ഇരിക്കുക. ബാങ്ക് വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിടാം. അതെന്റെ കാശ് പോയല്ലോ. പിന്നെ കാശ് പോകണ്ട് നിന്റെ അച്ഛന്റെ കടയാ നിനക്ക് ചുമ്മാ വണ്ടി വരെ. നിന്റെ 16 കോടി നിനക്കച്ച ഊമ്പാനാ തന്നത്. പിന്നെ ആ എടാ നീക എവിടെ ഇരിക്കുക. നീക എവിടെ ഇവിടെ ജെ അടി തിരിഞ്ഞു നിന്നിട്ട് കുടിക്കാനൊന്നും ഇല്ല ഞങ്ങക്ക് വണ്ടിയൊക്കെ അടിച്ചിട്ട്. ജെ ജെ ഇവിടെ ഈ വണ്ടി വന്ന് പച്ച കളറാക്കി തരാൻ പറ്റും. വണ്ടി പച്ച കളർ. അതെ പച്ച ഇതാ. അത് എന്റെ തലയിലെ പച്ച ആക്കണേ ആക്കുവാണെങ്കിൽ. അത് നമുക്ക് കസ്റ്റംസിലാണ് വരാം. അവന്റെ അവന്റെ തലയാക്കല്ലേ. പേരൊന്നും പറയാമോ? നീഗൻ സ്മിത്ത് അതെ പേര് തന്നെ. ആ സ്മിത്ത്. നമുക്ക് അളിയ പ്ലീസ് അളിയ ഓടിക്കാൻ ചോദിക്കില്ല ഒരു വർഷത്തേക്ക് പ്ലീസ്. പുതിയ വണ്ടിയാണ്. പുതിയ വണ്ടികള് അളിയ ഒന്ന് കൈ അത് നമ്മളെ ഫോൺ നമ്പറാ അളിയ. ഇവരായിട്ടില്ല അടി ലോലിനായിട്ട് അടി ചെയ്ത് മറ്റേ എടാ എടാ അമ്പത്തിന് മറ്റേ ലോലിന് അടി ചെയ്ത് ഏത് ഡീലർഷിപ്പ് ആയിരുന്നു? ഇത് തന്നെയല്ലേ? അടുത്ത വട്ടം വിസ്തൃതത്തിന് വേണ്ടി അടുത്തത് നീക്കണ്ടേ? ആ ചന്ദ്ര അളിയ നമ്പർ 047. 047. അതെ ഇത് ആ നമ്പർ എന്തിനാണ്? ഇത് ബാലൻസ് പൈസ ഇടാനാണോ? ഹലോ ഹലോ ഓഫർ ഉണ്ടോ? അമ്പത് വരെ നീ ഈ വണ്ടി എടുത്തിട്ടാ. നീക വാ എടുക്കാം വാ നീക വാ. അതെ അതെ ചെറിയൊരു മാറ്റമുണ്ട്. ഇതെടുത്തോ അളിയ വണ്ടി എടുത്തോ? ആ വണ്ടി എടുത്ത്. വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എന്ന് പറയോ? നമ്പർ പ്ലേറ്റ് ഞാൻ പറഞ്ഞുതരാം. 7 ഫോണില് ഗരാജ് നോക്കിയാ മതി. ജസ്റ്റ് ഒന്ന് 7 CU കറക്റ്റ് ആവാൻ. അതൊന്നും വേണ്ട ബ്രോ. നീകൻ മതി. അതല്ല നമുക്ക് ഇവിടെ ഡോക്യുമെന്റ് സെറ്റ് ചെയ്യാം. പറഞ്ഞു കൊടടാ നീക ഒന്ന്. അല്ല ബ്രോ അങ്ങനല്ല. നമുക്ക് ഫോൺ എടുക്ക്. നിന്റെ ഫോൺ എടുത്തിട്ട് അതിന്റെ അകത്ത് ഗരാജ് ഇൻസ്റ്റാൾ ചെയ്യ്. അല്ലെങ്കിൽ ബ്രോക്ക് കീ കിട്ടിയിട്ടുണ്ടാവും വണ്ടിയുടെ. അത് നോക്കി പറഞ്ഞു. കീ എന്റെ നമ്പർ എപ്പോഴും കറക്റ്റ് ആവില്ലാടാ. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ഞാൻ പറയട്ടെ അന്ന് അസ്ട്രോൺ 00 RAT 063. വണ്ടി എന്റെ പേരല്ലേ? നീകിന്റെ പേര് അടിക്കാൻ പറ്റൂല. അടിക്കണ്ട. ഒറ്റ സെക്കൻഡ് മേഘ കൊടുത്തോണ്ടിരിക്കാം. വെയിറ്റ്. കഴിഞ്ഞ
ബ്രോ ഡോക്യുമെന്റ് ആയിട്ടില്ല ഇത് ഇത് ഹലോ കഴിഞ്ഞു ഓക്കെ അപ്പൊ നമ്മള് പൊക്കോട്ടെ. നിങ്ങൾക്ക് തരാം ഡോക്യുമെന്റ് കഴിഞ്ഞു തരണ്ടേ ഡോക്യുമെന്റ് അവന്റെ കൊടുത്തോ. എടാ നീ ഡോക്യുമെന്റ് വാങ്ങിടാ. ഇല്ല ഡോക്യുമെന്റ് കിട്ടിയില്ല. അത് വാങ്ങിക്കാത്. ഞാൻ ഇറങ്ങാം വണ്ടി നിറക്കാം ഹലോ ചേട്ടാ, ഹലോ, ഹലോ നിങ്ങളുടെ ആരെങ്കിലും അവിടെ ചത്ത് കിടക്കുന്നത് നോക്കാവോ? ആരാ? ഇപ്പൊ അവിടെ ഒരു ഡെഡ് ബോഡി. ഞങ്ങളല്ല ഏതോ തെണ്ടി ചത്ത് കിടക്കുക. വാ കേറ് വാ. നീ എന്ത് ചെയ്യണ്? വാടാ. ഫോൺ ഹലോ മാറ്റുന്നു. എടാ ഇത് എന്റെ മറ്റേ ആ വണ്ടി കട്ടിങ് കൊള്ളാം. നമ്മളെ പറ്റിച്ച കളിയന്മാര് ആലോചിച്ച് നോക്ക്. ഇപ്പൊ 15 ലക്ഷം ഉള്ളു ഈ വണ്ടിക്ക്. നമ്മൾ എത്ര രൂപ എടുത്താ വണ്ടി എടുത്ത്? നീ അതാ ഈ വണ്ടിയുടെ സേവ് ചെയ്തിട്ട് എന്തായാലും എടീ മനസ്സിലാവില്ല കേട്ടോ. എന്തായാലും ദൈവത്തോട് ചോദിച്ചാലാടാ അത്. നീ കേറിട്ട് വണ്ടി സേവ് മാറ്. ഓടിക്കോ. കാലൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് കയറണേ. പൊങ്ങില്ലല്ലേ ഇത്? സ്ക്രാച്ച് ആവൂല. സെറ്റല്ലേ വണ്ടിയൊക്കെ സെറ്റല്ലേ? വണ്ടിയൊക്കെ സെറ്റാണ്. എന്തിനാ കളി ഇതൊക്കെ? ലെറ്റ്സ് ഗോ. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു ദ ലൈവ് ഗൈസ്. അപ്പോൾ ഫോളോ ചെയ്താരുണ്ടെങ്കിൽ ഡു ഫോളോ. ശിബോളിയാനാണത് മങ്കിയെന്നാ. ശിബോളിയാനാ അപ്പൊക്കെ എന്താ ജസ്റ്റിസ് ഫോർ നീഗൻ. എന്താ ജസ്റ്റിസ് ഫോർ നീഗൻ? എടാ പേര് ഞാൻ എന്ത് ചെയ്യാനാടാ? എന്തിനാ അതല്ലേ നമുക്ക് മാറ്റാ സ്കൈലിന്റെ വണ്ടി. ബ്രോ ഇത് എത്ര സ്പീഡ് പോകും ബ്രോ ഈ വണ്ടി? 200 വരെ അടുപ്പിച്ച്. 200 അടുപ്പിച്ച്. 200 കേറൂലല്ലോ. ഇത് കുറച്ചൊരു ക്വാളിറ്റി കൂടിയ വണ്ടിയാടാ. പോർഷനെ കുറഞ്ഞു കഴിഞ്ഞാൽ നീ പണ്ടത്തെ പോലെ ഊമ്പൻ നീകനല്ല. അല്ലെ ഇപ്പൊ തന്നെ സ്വന്തമായിട്ട് കാറുണ്ട്. എടാ ഇനി ദയവ് ചെയ്ത് നീ വേറെ ആരുടെയും മണ്ടക്കാറാൻ പോലെ വണ്ടിയില്ലെന്ന് പറഞ്ഞു. വണ്ടി ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യണം. പൂ പോലെ ഗിയർ മാറ്റണം. ഇനി ശമ്പളം എൻ്റെ അടുത്ത് ചോദിക്കല്ലേ. ഇത് ഒരു 1.5 വർഷം 2 വർഷത്തെ ശമ്പളമാണ് നിന്റെ. 2 വർഷം ഇനി പമ്പിൽ പണിയെടുക്കണം. ഇല്ല സാലറി ഇല്ല. പമ്പിൽ സാലറി ഇല്ല. ഫുഡ് നാലാള് കാണട്ടെ. നീ പോർഷെ എടുത്തത് ബൈക്ക് കണ്ടാ നീ?